ഹലോ, ഇന്ന് നമുക്ക് ഹീരമണ്ടി എന്ന ഹിന്ദി വെബ് സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ. ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ആലമാണെങ്കിലോ മല്ലികയിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ കാമുകനായ താജിനൊപ്പം ഒളിച്ചോടി പോകുവാനായും തീരുമാനിച്ച് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ആലമാണെങ്കിലോ താജിനടുത്തെത്തി. താജ് അയച്ച ലെറ്റർ കണ്ടിട്ടാണ് അവൾ ഇറങ്ങി വന്നതെന്ന് ആലം അവനോട് പറയും. അത് കേട്ട താജാണെങ്കിലോ ഏത് ലെറ്റർ, ആരയച്ചു എന്നൊക്കെയുള്ള കാര്യം അവളോട് ചോദിക്കും. അപ്പോൾ ആലമിന് ഒരു കാര്യം മനസ്സിലായി. ഫരീദ തന്നെ പറ്റിച്ചതാണെന്നുള്ള കാര്യം ആലമിന് മനസ്സിലായി. അങ്ങനെ ആലം കാര്യമെല്ലാം അവനോട് തുറന്നു പറഞ്ഞ് താൻ ഹീരമണ്ടിയിൽ ചേർന്നതാണെന്നുള്ള കാര്യം അവനോട് പറയുകയാണ്. അത് കേൾക്കുന്ന താജിന് വിശ്വസിക്കാനായില്ല. എന്നിട്ട് അവൻ പറയും, നീ ഹീരമണ്ടിയിൽ ചേർന്നതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും നീയുമായി അടുക്കില്ലായിരുന്നു എന്ന് താജ് പറയും. അത് കേട്ട ആലമാണെങ്കിലോ എനിക്കിനി തിരികെ പോകാൻ പറ്റില്ല, ഞാൻ ഫംഗ്ഷൻ പകുതിയിൽ ഉപേക്ഷിച്ച് വന്നതാണെന്ന് അവൾ പറയും. എന്നാൽ അവനാണെങ്കിലോ ദേഷ്യപ്പെട്ട് അകത്ത് കയറി കഥ കടയ്ക്കും. ആലമിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അതിനുശേഷം ഫരീദയെ കാണിക്കും. ഫരീദയെ കാണാനായിട്ട് ആ ഒരു ബ്രോക്കർ വരികയാണ്. ഫരീദ നല്ല സന്തോഷത്തിലാണ്. കാര്യം മല്ലികയുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഫരീദ ഒരു പാർട്ടി വെക്കാമെന്ന് പറയും. അതേസമയം തന്നെ ഫരീദയെ കാണാനായിട്ട് വാലി എത്തുകയാണ്. എന്നാൽ വാലിക്കാണെങ്കിലോ ഇങ്ങനെ ഒരു പാർട്ടി ഫരീദ നടത്തുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ആ കാര്യം അവളോട് പറയും. എന്നാൽ ഫരീദയുടെ കൺട്രോളിലാണല്ലോ ഇപ്പോൾ വാലി. അങ്ങനെ ഫരീദ നിർബന്ധിച്ചവനെ പാർട്ടിയിലേക്കും പങ്കെടുപ്പിക്കുവാനായി കൊണ്ടുപോകും. ഫരീദയുടെ വീട്ടിൽ പാർട്ടി നടക്കുമ്പോൾ മല്ലികയാണെങ്കിലോ വല്ലാത്ത സങ്കടത്തിലാണ്. തന്റെ മകളായ ആലം ഒളിച്ചോടി പോയതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് മല്ലിക. അതേസമയമായിരുന്നു അപ്പുറത്ത് നിന്നും പാർട്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. അവിടെ നിന്നും കൊണ്ട് ഫരീദയാണെങ്കിലോ ബിബോജാനെ ഒരുപാട് വിളിക്കും. അങ്ങനെ ബിബോജാൻ അവിടേക്ക് പോയി നോക്കുമ്പോഴോ വാലിയും എല്ലാവരും ചേർന്ന് ഫംഗ്ഷൻ നടത്തുകയാണ്. അത് കാണുന്ന ബിബോജാനാണെങ്കിലോ ദേഷ്യം വരുന്നുമുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ആലമാണെങ്കിലോ എങ്ങോട്ട് പോകണമെന്നറിയാതെ തനിയെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് വന്ന താജാണെങ്കിലോ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടാക്കി തരാമെന്ന് പറയും. എന്നാൽ ആലമാണെങ്കിലോ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, ഉറപ്പായും അവൾ തിരികെ മല്ലികയുടെ അടുത്ത് പോകില്ലെന്ന് തന്നെ ശബ്ദത്തിലുമാണ്. അങ്ങനെ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ താജാണെങ്കിലോ അവളെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. താജാണെങ്കിലോ ആലമിന് ആഹാരമൊക്കെ കൊടുക്കും. വീട്ടിൽ ആരും അറിയാതെ അവളെ താമസിപ്പിച്ചിരിക്കുകയാണ്. മല്ലികയ്ക്കാണെങ്കിലോ ആലം ഓടിപ്പോയതിൽ നല്ല സങ്കടമുണ്ട്. അവൾ എവിടേക്കാണ് പോയതെന്ന് നിനക്കറിയാമോ എന്ന് ബിബോജാനോട് ചോദിക്കും. എന്നാൽ ബിബോജാനാണെങ്കിലോ യഥാർത്ഥ സത്യം അറിയാം. അവളാണെങ്കിൽ എനിക്കറിയില്ല എന്ന് കള്ളം പറയുകയാണ്. അപ്പോൾ മല്ലിക പറയും, ഈ ഒരു നഗരത്തിൽ എവിടെ പോയാലും ഞാൻ അവളെ കണ്ടുപിടിക്കുമെന്ന് തന്നെ മല്ലിക തീരുമാനിക്കും. എന്നാൽ മറ്റൊരു വശത്ത് താജ് ആലമിനെ ആരും അറിയാതെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ താജിന്റെ മുത്തശ്ശി അത് കണ്ടുപിടിച്ചു. ആലമിനെ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ ആലം പറഞ്ഞിരുന്നത് താജിന്റെ ഫ്രണ്ടായ സർഫറാസിന്റെ സഹോദരിയാണെന്നാണ്. അവൾ ഒരു കള്ളം പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം കേട്ട അച്ഛനാണെങ്കിലോ താജിനോട് ചോദിക്കും, നിനക്ക് സർഫറാസ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിട്ട് അതെന്താ എന്നോട് പറയാത്തത്? അത് കേൾക്കുന്ന താജ് അവനെക്കുറിച്ച് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല എന്ന് കള്ളം പറയും. എന്നാൽ അച്ഛന് ഇവർ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അച്ഛന് നല്ല സംശയവുമുണ്ട്. ബിബോജാന് ആലം താജിനൊപ്പമാണ് പോയതെന്ന് അറിയാമല്ലോ. അങ്ങനെ ബിബോജാൻ താജിന്റെ ഫ്രണ്ടിനെ കാണാൻ എത്തിയിട്ട് എന്റെ സഹോദരി അവിടെ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ സന്തോഷമായി അവിടെ കഴിയുകയാണെന്ന് അവൻ പറയും. അത് കേൾക്കുന്ന ബിബോജാന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു. ആലമിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നല്ലോ സൈമ. ഈ സൈമയെ മല്ലിക മറ്റൊരാളിനൊപ്പം പറഞ്ഞു വിട്ടിരുന്നു. അതിൽ മനംനൊന്ത സൈമയാണെങ്കിലോ വീട് വിട്ട് തന്നെ ഓടിപ്പോയി. അക്കാര്യം സൈമയുടെ അമ്മയും മുത്തശ്ശിയും ചർച്ച ചെയ്യുകയാണ്. സൈമയെ പ്രണയിക്കുന്ന ഇക്ബാൽ ജയിലിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ എന്തവനോട് മറുപടി പറയും എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് സൈമയുടെ അമ്മയും മുത്തശ്ശിയും. അങ്ങനെ ഇരിക്കെ ബിബോജാനും വഹീദയും ആൻഡ്രോസൻ എന്ന പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് ഡാൻസ് കളിക്കുവാനായി പോവുകയാണ്. വഹീദയുടെ മനസ്സിലാണെങ്കിലോ എങ്ങനെയും ആ പോലീസ് ഓഫീസറിന് മുന്നിൽ ഡാൻസ് കളിച്ച് അയാളെ തന്റെ വശത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ പോലീസ് ഓഫീസർ സംഘടിപ്പിച്ച ആ ഒരു ഫംഗ്ഷൻ എത്തി. അവൾ അവിടെ ഡാൻസ് കളിക്കുവാനായും തുടങ്ങി. വഹീദയുടെ മനസ്സിൽ എങ്ങനെയും പോലീസ് ഓഫീസറിനെ അട്രാക്ട് ചെയ്തെടുക്കണമെന്നാണ്. അയാളാണെങ്കിലോ ഒരുവിധം അവളുടെ മുന്നിലേക്ക് ആകർഷിച്ചു വരും. പക്ഷെ അവിടെ വെച്ച് അയാൾ ബിബോജാനെ കാണുന്നു. എന്നാൽ ബിബോജാനെ കണ്ടതും അയാളുടെ മൈൻഡേ മാറിപ്പോയി. ബിബോജാനെ അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവർ മുൻപേ പരിചയമുള്ളതാണ്.
എങ്ങനെയെന്നാൽ മുൻപ് താജിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ അവിടെ കുറെ പോലീസുകാർ വന്നല്ലോ, അതെന്തിനാണെന്നറിയാൻ ബിബോജാനാണ് പോയത്. അങ്ങനെ ഇവർക്കിടയിൽ ചെറിയ പരിചയമുണ്ട്. അങ്ങനെ ബിബോജാനെ കണ്ട ആൻഡ്രൂസൻ ആണെങ്കിലോ വഹീദയുടെ കയ്യിൽ ഒരു കിഴി സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവളോടൊപ്പം പോവുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഒരു റൂമിൽ കയറി കഥ കടയ്ക്കും. അതാണെങ്കിലോ വഹീദയ്ക്ക് സഹിക്കാനായില്ല. വഹീദ് ആ റൂമിന് മുന്നിലെത്തി ഒരുപാട് ബഹളമുണ്ടാക്കും. നിന്റെ അമ്മയും എന്നെ ടോർച്ചർ ചെയ്യുന്നു, ഇപ്പോൾ നീയും എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്ന് ചോദിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി അവൾ തിരികെ പോവുകയാണ്. വഹീദയ്ക്ക് അതൊന്നും സഹിക്കാനായില്ല. താജിന്റെ വീട്ടിൽ താമസിക്കുന്ന ആലമിനോട് താജിന് ഇഷ്ടമുണ്ടെങ്കിലും അവനത് പ്രകടിപ്പിക്കില്ല. കാരണം അവൾ ഹീരമണ്ടിയിൽ ചേർന്നതാണെന്ന് അവനറിയാം. അതിന്റെ ഒരു ചെറിയ പ്രശ്നം അവന്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ ആലം കുളിക്കുകയായിരുന്നു. അവളോടൊപ്പം ഒരു സർവന്റുമുണ്ട്. അങ്ങനെ താജ് പുറത്തു വന്നിട്ട് നിന്റെ സഹോദരനായ സർഫറാസ് ലെറ്റർ അയച്ചു, 2 മാസം കഴിഞ്ഞ് അവൻ നാട്ടിൽ വരൂ, അതുവരെ നീ ഇവിടെ നിന്നോളാനായും പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സർഫറാസ് എന്ന സഹോദരനേ ഇല്ലല്ലോ. ആലമിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് താജ് പ്രയോഗിക്കുന്നതാണ് ആ ഒരു ഐഡിയ. അങ്ങനെ ആലമാണെങ്കിലോ താജിനോട് നന്ദി പറയും. അവൾക്കും അറിയാം അത് കള്ളമാണെന്ന്. ബിബോജാന്റെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന വഹീദയാണെങ്കിലോ നേരെ അവളുടെ സാധനമെല്ലാം എടുത്ത് ഫരീദയെ കാണാനായി എത്തി. ഇനി ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാൻ ഇവിടെ നിൽക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് കാര്യം, എന്ത് പറ്റി എന്നെല്ലാം ഫരീദ തിരക്കും. അപ്പോഴാണെങ്കിലോ അവൾ നടന്ന കാര്യമെല്ലാം പറയും. അമ്മയും മകളും എന്നെ ഒരേപോലെ ടോർച്ചർ ചെയ്യുന്നു, എനിക്ക് സഹിക്കാൻ വയ്യ എന്നുള്ള കാര്യമെല്ലാം വഹീദ പറയും. എന്നിട്ട് വഹീദ പറയും, ഉടനെ ആ പോലീസ് ഓഫീസറിനെ വിളിക്ക്, ഞാൻ മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും. അത് കേൾക്കുന്ന ഫരീദയാണെങ്കിലോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ഒരു പ്രശ്നത്തിൽ ഇനി മൊഴി കൊടുത്തിട്ട് എന്ത് കാര്യം, അവർ പറയില്ലേ ഇത് കള്ളമാണെന്ന്. അത് കേൾക്കുന്ന വഹീദയാണെങ്കിലോ എങ്കിൽ എൻ്റെ കയ്യിൽ ആ ഒരു കേസ് ഫയലുണ്ട്, അന്ന് കത്തിക്കാൻ തന്നത് ഞാൻ കത്തിച്ചില്ല, ഇനി ഞാൻ അതും എടുത്തുകൊണ്ട് ഇവിടെ വരാമെന്ന് പറയും. അത് കേൾക്കുന്ന ഫരീദയാണെങ്കിലോ ഞെട്ടിപ്പോവുകയാണ്. കാര്യം അങ്ങനെ ഒരു കേസ് ഫയൽ ഇല്ല എന്നല്ലേ അവർ കരുതിയിരിക്കുന്നതും, അത് നശിപ്പിച്ചു കളഞ്ഞു എന്നല്ലേ അവർ വിചാരിച്ചിരുന്നതും. അപ്പോൾ അത് കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് ഫരീദയ്ക്ക്. ഒരിക്കൽ ആ ബ്രോക്കർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് താജിന്റെ മുത്തശ്ശിയോടൊപ്പം ആലം കാറിൽ പോകുന്നത് കാണും. എങ്ങനെയും അക്കാര്യം മല്ലികയെ വിവരമറിയിക്കണമെന്ന് തീരുമാനിക്കും. മുത്തശ്ശിയാണെങ്കിലോ ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന സാധനങ്ങളെല്ലാം വീട്ടിലുള്ളവരെ കാണിക്കുകയായിരുന്നു. അപ്പോൾ താജിന്റെ അച്ഛനാണെങ്കിലോ സംശയം കാരണം സർഫറാസിനെ പറ്റിയൊക്കെ ആലമിനോട് തിരക്കും. എന്നാൽ ആലമാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടാനായി നോക്കും. ഒടുവിൽ പിടിക്കപ്പെടുമെന്നായ സമയമായിരുന്നു. അതേ സമയം തന്നെ താജ് വീട്ടിലേക്ക് കയറി വരും. ദേഹമെല്ലാം മുറിവുകളും അടികൊണ്ട പാടുമായിരുന്നു. അവൻ കലാപത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന വരവാണ്. അത് കാണുന്ന അച്ഛനാണെങ്കിലോ കാര്യം എന്താണെന്ന് മനസ്സിലായി. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കുമെങ്കിലും അച്ഛൻ എന്ത് ചെയ്യാൻ, അവൻ കേൾക്കില്ലല്ലോ. അങ്ങനെ അവന്റെ മുറിവിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്നത് ആലമായിരുന്നു. താജിന് ആലമിനോട് ചെറിയ സ്നേഹമൊക്കെ തോന്നും. ആലമിനെ അവൻ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. മറ്റൊരു വശത്ത് ആ ഒരു ബ്രോക്കർ ആണെങ്കിലോ മല്ലികയോട് ആലമിനെ കണ്ട കാര്യം എന്ന് പറയും. താജിന്റെ വീട്ടിലുണ്ടവൾ, പോയി കൂട്ടിക്കൊണ്ടു വരുവാനായി മല്ലികയോട് പറയും. അടുത്ത ദിവസം താജിന്റെ വീട്ടിൽ റംസാന്റെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അവിടേക്ക് മല്ലിക കയറി വരും. മല്ലികയെ കാണുന്ന ആലമാണെങ്കിലും ഒരു നിമിഷത്തേക്ക് ഷോക്കായി പോവുകയാണ്. മല്ലിക അവിടെ വന്നിട്ട് ഇതെന്റെ മകളാണ്, ഹീരമണ്ടിയിൽ ചേർന്ന പെണ്ണാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന താജിന്റെ അച്ഛൻ ഞെട്ടിപ്പോവുകയാണ്. ഹീരമണ്ടിയിൽ ചേർന്ന പെൺകുട്ടിയാണെന്ന് അവർക്കറിയത്തില്ലല്ലോ. അപ്പോൾ താജ് പറയും, ഞാൻ ഇവളെ ഒരിക്കലും വിട്ടുതരില്ല, ഇവളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയും. എന്നാൽ മല്ലികയാണെങ്കിലോ എന്റെ മകളെ എനിക്കൊപ്പം പറഞ്ഞു വിടണം, ഹീരമണ്ടിയിൽ ചേർന്ന പെൺകുട്ടികളെ ഒരിക്കലും ഒരു നവാബും വിവാഹം കഴിക്കത്തില്ല എന്ന് മല്ലിക പറയുകയാണ്. എന്നാൽ താജാണെങ്കിലോ അവളെ തന്നെ വിവാഹം കഴിക്കുമെന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മല്ലിക അവളോട് പറയും, നിനക്ക് നല്ലത് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഉറപ്പായി നീ അവർ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. മല്ലിക പോയ അതേ സമയം തന്നെ താജിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ട് അവനോട് പറയും, ഹീരമണ്ടിയിൽ ചേർന്ന ഒരു പെൺകുട്ടികളെയും ആരും വിവാഹം കഴിക്കില്ല, ഈ ഒരു കാര്യം എനിക്ക് ഉൾക്കൊള്ളാനായി പറ്റില്ല, ഇവളെ തന്നെ നീ വിവാഹം കഴിക്കുമെങ്കിൽ ഇവിടെ നിനക്ക് താമസിക്കാനായും പറ്റില്ല എന്ന് പറയും. എന്നാൽ താജാണെങ്കിലോ എങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആലമിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അതോടെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പിന്നീട് എന്തായി, താജ് ആലമിനെയും കൊണ്ട് എവിടേക്ക് പോയി കാണും, മല്ലികയോട് പ്രതികാരം വീട്ടാനായിട്ട് വഹീദ കേസ് ഫയലൊക്കെ കണ്ടെത്തിയോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.